ബാലേന്ദ്രൻ പറയും അലീന എവിടെയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഗംഗേട്ടൻ പറഞ്ഞു അലീനയെ തിരിച്ചു കൊണ്ടുവരാം, പക്ഷേ നീ ആ കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു ഞാൻ കേസ് പിൻവലിക്കാം, പക്ഷേ എവിടെ അലീന എന്ന് ചോദിച്ചു. ശിവേട്ടൻ പറയുകയാണ് ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി ബാലേന്ദ്ര, അലീന ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ശിവേട്ടൻ വളരെ മാന്യമായിട്ട് ബാലേന്ദ്ര ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ബാലേന്ദ്രൻ മേനോന് സംശയം തോന്നി. എന്നിട്ട് ഗംഗേട്ടനോട് ചോദിക്കുകയാണ് ഗംഗേട്ട എല്ലാ കാര്യം അവരോട് പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ ഗംഗേട്ടൻ പറഞ്ഞു എനിക്ക് തുറന്ന് പറയേണ്ടി വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുകയാണ് ഞാൻ ഇത്രയും നാളും ആരെയാണ് സംരക്ഷിച്ച് നിർത്തിയതെന്ന് തനിക്ക് മനസ്സിലായോടോ എന്ന് ശിവേട്ടനോട് ചോദിക്കുന്നു. ശിവേട്ടൻ തല കുനിച്ചുകൊണ്ട് പറയുകയാണ് മനസ്സിലായി എന്ന്. രാജീവും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ബാലേന്ദ്ര മേനോട് ഇവരെല്ലാവരും പറയുകയാണ് ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട്, ഈ കാര്യം ഒരിക്കലും വൈജയന്തി അറിയരുത്, വൈജയന്തി അറിഞ്ഞാൽ ഞങ്ങളോടുള്ള എല്ലാ ബന്ധവും അവൾ ഉപേക്ഷിക്കും, അവളോട് ഞങ്ങൾ 2 കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം പൊളിയും. അപ്പോൾ ബാലേന്ദ്ര മേനോൻ പറയുകയാണ് എല്ലാം വൈജയന്തി അറിഞ്ഞതിന് ശേഷം ഞാനും അവളുടെ ഭർത്താവായി തുടരാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഗംഗേട്ടൻ പറഞ്ഞു അത് തന്നെയാണ് ഞാനും പറഞ്ഞത്, വൈജയന്തി ഇതൊന്നും ഒരിക്കലും അറിയരുത്, ഞങ്ങൾ അലീനയ്ക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ അലീന ഈ വീട്ടിൽ നിന്ന് മാറി താമസിപ്പിക്കണം, വേറെ വീട് വാങ്ങിക്കൊടുക്കാൻ, നല്ല രീതിയിൽ കല്യാണം നടത്തി കൊടുക്കാം, ജോലി വാങ്ങിക്കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് നിങ്ങൾ 3 ആങ്ങളമാരും കൂടി ചേർന്ന് 30 ലക്ഷം രൂപ അവളുടെ പേരിൽ ബാങ്കിലിടണം, വൈജയോട് പറഞ്ഞ് ഒരു 10 ലക്ഷം രൂപ അവളെ കൊണ്ട് ഇടിപ്പിക്കണം. എന്നിട്ട് പറഞ്ഞു വേറെ ആർക്കും വേണ്ടിയില്ലല്ലോ, നിങ്ങളെ വീട്ടിൽ വളരേണ്ടിരുന്ന ഒരു കുട്ടിയെ ഓർഫനേജിൽ കൊണ്ടുവന്ന് തള്ളിയില്ലേ, അവൾ 23 വർഷമാണ് അനാഥയെ പോലെ ജീവിച്ചത്, അവൾക്ക് വേണ്ടിയില്ലേ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം, എത്ര കോടി രൂപ വേണമെങ്കിലും ചിലവാക്കാം, പക്ഷേ ഒരു കാര്യം മാത്രമേ നമുക്ക് പറയാനുള്ളൂ, നീ ഇതൊരിക്കലും വൈജയന്തി അറിയരുത് എന്ന് പറയുന്നു.